അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട സംഭവങ്ങളൊക്കെ ശരി തന്നെയാണ്. അതായത് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഫസ്റ്റ് റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും പടം ലീക്കൊന്നും ആയിട്ടില്ല, പടം ഇറങ്ങാൻ ഇനി ഒരു മാസം ഗ്യാപ്പ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു റിവ്യൂ എവിടെ നിന്നാണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി ആണ് നമ്മുടെ ഈ ഒരു പടത്തിൻ്റെ ടെസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു ടെസ്റ്റ് സ്ക്രീനിങ് കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്ന ആ ഒരു പടം കണ്ട ഒരാളുടെ ഒരു റിവ്യൂ മാത്രമാണ്. കാരണം ഇതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിവ്യൂ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങൾ ആദ്യം മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ ഒരു റിവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ റിവ്യൂ ഇത് തന്നെ ആയിരിക്കണമെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൈൻഡ് വെക്കണം. അതായത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇയാൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കൂടരുന്ന് കണ്ട മറ്റാൾക്കാർക്കൊന്നും പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് വരത്തില്ല. അത്രയും നിങ്ങൾ മൈൻഡിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ നേരെ റിവ്യൂയിലോട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയാം, ഈ ഒരു റിവ്യൂവിനകത്ത് സ്പോയിലേഴ്സോ കാര്യങ്ങളോ ഒന്നും അധികം പറഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം ഈ ടെസ്റ്റ് സ്ക്രീനിങ് കാണിക്കുന്നവർക്ക് പുറത്ത് വന്ന റിവ്യൂസിനകത്ത് സ്പോയിലേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാറിൻ്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലി നല്ല പണി കൊടുക്കും. അതുകൊണ്ട് അവർ ആ ഒരു റിസ്കിലോട്ടൊന്നും പോകത്തില്ല. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്ത് സ്പോയിലേഴ്സ് ഒട്ടുമില്ല. ചിലപ്പം അഥവാ എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് സ്പോയിലേഴ്സ് എന്ന് പറയുന്നത് അത്രത്തോളം ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു സ്പോയിലർ വാർണിംഗ് പറയുകയാണ്. ആദ്യം ഇയാൾ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MCUയിൽ വെച്ചിട്ട് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡ് അയക്കാത്ത ഒരു ഫൈറ്റ് സീൻ, അതായത് MCUയിൽ തന്നെ ബെസ്റ്റ് ഫൈറ്റ് സീൻ ഉണ്ട് ഈ ഒരു പടത്തിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഏത് ഫൈറ്റ് സീൻ ആണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ഹൾക്കും സ്പൈഡർമാനായിട്ടുള്ള ഒരു ഫൈറ്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ട പോലെ ഹാൻഡ്സുമായിട്ടുള്ള ഫൈറ്റ് ആവാം, അല്ലെങ്കിൽ ആ ഒരു ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചിട്ട് ആ ടാങ്കിൻ്റെ ഒക്കെ വെച്ചിട്ടൊരു ഫൈറ്റ് സീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് അവൻ്റെ സാധ്യത ഉണ്ട്. ഏതാണെന്ന് കൃത്യം പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു പടത്തിനകത്ത് MCUയിൽ വെച്ചിട്ട് ടോപ്പ് 5-നകത്ത് ഒരു ബെസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ഉള്ളത് ഈ ഒരു പടത്തിനകത്താണെന്നാണ് ഈ ഒരു റിവ്യൂവിനകത്ത് പറയുന്നത്. പിന്നീട് പറയുന്നത് ഈ ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഡി സിംഗ് അഭിനയിക്കുന്ന ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ, അത് ക്യാരക്ടറിൻ്റെ പേരോ കാര്യങ്ങളോ ഏത് ക്യാരക്ടറാണെന്നൊന്നും റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സേഡി സിംഗിൻ്റെ ഈ ഒരു ക്യാരക്ടറാണ് ഈ ഒരു പടത്തിനകത്ത് ബെസ്റ്റ് പാർട്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് സ്പൈഡർമാൻ്റെ റോൾ കുറയില്ലെന്നൊന്നും നമ്മൾ പേടിക്കേണ്ട. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്താൽ മതി. അപ്പം നമ്മുടെ സേഡി സിംഗ് ഏത് ക്യാരക്ടർ, ജീൻ ഗ്രേ ആണോ ഇനി മറ്റേതെങ്കിലും ക്യാരക്ടർ ആണോന്നൊന്നും ഇയാളുടെ വായിന്ന് പുറത്തേ വന്നിട്ടില്ല. നമ്മുടെ ഈ ഒരു മൾട്ടിവേഴ്സ് ആകെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ ഒരു ബെസ്റ്റ് ക്യാരക്ടറാണ് സേഡി സിംഗിൻ്റെ ക്യാരക്ടർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഏതോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണെന്നുള്ള കാര്യം ഇതിൽ നമുക്ക് തറപ്പിക്കാം. അതിന് വേറെ ഡൗട്ടൊന്നും വേണ്ട. കാരണം നമ്മുടെ സേഡി സിംഗ് സീക്രട്ട് വാർസിനകത്തുള്ള കാര്യം ഒഫീഷ്യലി അനൗൺസ് ചെയ്ത സംഭവം തന്നെയാണ്. അപ്പം സീക്രട്ട് വാർസിനകത്തൊക്കെ വരണമെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. മിക്കവാറും നമ്മുടെ ജീൻ ഗ്രേ എന്നുള്ള മ്യൂട്ടൻ ക്യാരക്ടർ, എക്സ്മെൻ ക്യാരക്ടർ ആവാനാണ് സാധ്യത കൂടുതൽ. അതിനുശേഷം പിന്നീട് പറഞ്ഞിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡിലൂടെയാണ് നമ്മുടെ സ്പൈഡർമാനിലെ തന്നെ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എന്ന് ഇയാളെടുത്ത് പറയുന്നുണ്ട്. അത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അത് നമ്മൾ അത്ര കാര്യമാക്കണ്ട. പിന്നീട് എടുത്ത് പറഞ്ഞിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടത്തിനകത്ത് കൂടുതലും നീഡിൽ ഡ്രോപ്പ് സീൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടത്തിനകത്ത് മ്യൂസിക്കിന്റെ ഉപയോഗം കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏകദേശം നമ്മുടെ ജെയിംസ് ഗൺ എങ്ങനെയാണോ പടത്തിനകത്തൊക്കെ മ്യൂസിക് യൂസ് ചെയ്യുന്നത്, അതേപോലെ ഫൈറ്റ് സീൻസിനോ അല്ലെങ്കിൽ മറ്റ് സീൻസിനൊക്കെ മ്യൂസിക് അധികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. അത് കൊള്ളാവുന്ന എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അടുത്ത കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു പടത്തിനകത്ത് കൂടുതലും നമ്മുടെ കോമിക്സിലെ പോലെ തന്നെ സ്പൈഡർമാൻ എങ്ങനെയാണോ അതേപോലത്തെ കുറെ ഫണ്ണി സീൻസും അതേപോലെ തന്നെ ആ ഒരു കോമഡി സീൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിനകത്ത് കുറച്ചുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഈ ഒരു പടം എന്ന് പറയുന്നത് കോമിക്സിൽ തന്നെ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ മൂവി ആയിട്ടായിരിക്കും ഈ ഒരു പടം വരാൻ പോകുന്നതെന്ന് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ ഫണ്ണി കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിനകത്ത് ഉണ്ടെന്നും പറയുന്നുണ്ട്. പിന്നീട് ലാസ്റ്റത്തെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു പടത്തിന്റെ റേറ്റിംഗ് പറയുന്നുണ്ട്. ഇയാൾ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10ൽ 9.5 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇയാൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു റേറ്റിംഗ് കാണാൻ പറ്റുന്നത്. അപ്പം ഇയാളുടെ മാത്രം റേറ്റിംഗ് ആണ് നമുക്ക് എന്തായാലും പടം ഇറങ്ങുമ്പോഴേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത്രയും റേറ്റിംഗ്, അതായത് 9.5 ഒക്കെ കൊടുത്തെങ്കിലും ഇയാളൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. വേറൊന്നുമില്ല, ഈ ഒരു പടത്തിന്റെ എൻഡിങ് അയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പടം മോശമാവെന്നല്ല പറയുന്നത്. കാരണം ഇത്രത്തോളം റേറ്റിംഗ് കൊടുത്തിട്ട് എൻഡിങ് മോശമാണെന്ന് പറയുമ്പം പടത്തിന്റെ ആ ഒരു എൻഡിങ് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, അത് അയാൾക്ക് അങ്ങോട്ട് തൃപ്തി ആയിട്ടില്ല. അപ്പം അതെന്തുകൊണ്ടാണ് നമുക്ക് പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ MJക്ക് പീറ്ററിന് ഓർമ്മ വരുന്നതോ അങ്ങനത്തുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ പല റൂമേഴ്സിലൊക്കെ ഇപ്പം ഈ പറയുന്ന ഒരു സംഭവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ പറയുന്ന ഇഷ്ടപ്പെടായ്മ എന്തുണ്ടല്ലോ, അത് നമ്മുടെ പീറ്റർ പാർക്കർ ഈ ഒരു പടത്തിന്റെ അവസാനം മരിച്ചു പോയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ഫേക്ക് റൂമേഴ്സ് ഒക്കെ പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പടത്തിന്റെ എൻഡിങ് കൊള്ളത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ ഡൂംസ് ഡേയിൽ നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പടത്തിനകത്ത് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം പോലും നമുക്ക് ഇതുവരെ ഒഫീഷ്യലി പുറത്ത് നമുക്ക് ഒരു ന്യൂസും കിട്ടിയിട്ടില്ല. അപ്പം ഈ ഒരു ഡൂംസ് ഡേക്കകത്ത് നമ്മുടെ പീറ്റർ പാർക്കർ അല്ലെങ്കിൽ ടോം ഹോളണ്ട് സ്പൈഡർമാനകത്ത് ഇല്ലെങ്കിൽ മിക്കവാറും ഈ ഒരു പടത്തിനകത്ത് ഒരു ഡെഡ് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനുശേഷം സീക്രട്ട് വാർസിനകത്ത് നമ്മുടെ വെനത്തിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ സ്പൈഡർമാൻ തിരിച്ച് ആ ഒരു ബാക്ക് ടു ലൈഫിലോട്ട് വരുന്ന അങ്ങനെ ഒരു സീൻ അങ്ങനെ ആ ഒരു സീക്രട്ട് വാർസിനകത്ത് വെക്കാൻ ഒരു പ്ലാൻ കാണുന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ബ്രാൻഡ് ന്യൂഡേക്കകത്ത് സ്പൈഡർമാൻ മരിക്കാനുള്ള ഒരു ഭയങ്കര ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് തോന്നുന്നത് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ട്രെയിലർ ഉടനെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പടത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നിന്നിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബും ചെയ്തേക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത്
ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.